5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. അവാർഡ്, പദവി, അംഗീകാരം, സ്ഥാനം ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ കിട്ടിയാൽ മനുഷ്യൻ ജീവിതത്തിൽ പിന്നെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം. അതുപോലെ തന്നെ ആത്മീയമായ ചിത്രങ്ങൾ എടുക്കുന്നവർ, ആത്മീയമായ കാര്യങ്ങൾ ചെയ്യുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. നമ്മുടെ ഉണ്ണി മുകുന്ദൻ അദ്ദേഹം ശബരിമല അയ്യപ്പനെ സംബന്ധിച്ച് ഒരു ചിത്രമെടുത്തു. അയ്യപ്പനെ സംബന്ധിച്ചല്ല, ശബരിമലയായി ബന്ധപ്പെടുത്തിയ ഒരു ചിത്രത്തിൽ അഭിനയിച്ചു. അതിലൊരു പെൺകുട്ടിയെ അഭിനയിച്ചു. അതിനുശേഷം ഉണ്ണി മുകുന്ദനും ആ പെൺകുട്ടിയും കൊച്ചുകുട്ടിയാണ്. എവിടെ പോയാലും വളരെ പ്രായമുള്ളവർ തന്നെ ശബരിമല അയ്യപ്പനെയും മാളികപ്പുറത്തിനെയും തൊഴുന്നത് പോലെ കാലിൽ തൊട്ട് വണങ്ങിയിട്ടുണ്ട്. ആ നിലയിലേക്കൊക്കെ ഉണ്ണി മുകുന്ദനെ കണ്ടു. അദ്ദേഹം വളരെ ഒരു ദൈവത്തിൻ്റെ അവതാര പുരുഷനായിട്ടൊക്കെ കണ്ടു. അത് ജനങ്ങളുടെ വിവരക്കേടായിരിക്കാം ചിലപ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഭക്തിയുടെ മൂത്തത് കൊണ്ടായിരിക്കാം. എന്തായാലും അവർ അത് കണ്ടു. അതെല്ലാം കഴിഞ്ഞപ്പോൾ ഉണ്ണി മുകുന്ദൻ എന്ത് ചെയ്യണം? കുറച്ചുകൂടി വിനയപ്പെടുകയും ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുകയും വേണം ജീവിതത്തെ. അപ്പോൾ ഇത്തരത്തിലേക്കൊക്കെ വളർന്നു വന്നു കഴിഞ്ഞാൽ, താൻ ഒരു ലൈം ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ തൻ്റെ പ്രവർത്തികൾ സമൂഹം ശ്രദ്ധിക്കും. തൻ്റെ വസ്ത്രധാരണം, ഇപ്പോൾ പൊളിറ്റിക്കൽ ലീഡർമാരാണെങ്കിൽ അവരുടെ വസ്ത്രധാരണ രീതി, അവരുടെ യാത്ര, അവരുടെ ആരെ കാണുന്നു, എങ്ങോട്ട് പോകുന്നു എല്ലാം ശ്രദ്ധിക്കും. വളരെ കൃത്യമായി ശ്രദ്ധിക്കും. ഉദ്യോഗസ്ഥന്മാരുടെ കാര്യം ശ്രദ്ധിക്കും. ഉണ്ണി മുകുന്ദൻ ഇത് മറന്നുപോയി. അപ്പോൾ ജീവിതത്തിൽ കിട്ടേണ്ട ഒരു പാഠം, അത് ഉണ്ണി മുകുന്ദന് മാത്രമല്ല എല്ലാവരും പഠിക്കേണ്ട ഒരു പാഠം, നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. നമുക്ക് സീതയായിട്ട് അഭിനയിക്കാൻ അവസരം കിട്ടി. അത് വെറും സിനിമയായിട്ട് കാണരുത്, നാടകമായിട്ട് കാണരുത്. അങ്ങനെ കണ്ടിട്ടുള്ളവർക്ക് ബുദ്ധിമുട്ട് വരും ജീവിതത്തിൽ. കാര്യം ജനങ്ങൾ നമുക്ക് തരുന്നൊരു പദവിയുണ്ട്, ജനങ്ങൾ നമുക്ക് തരുന്നൊരു സ്ഥാനമുണ്ട്. ആ സ്ഥാനത്തെ മാനിച്ചുകൊണ്ട് വേണം പിന്നെയുള്ള ശിഷ്ടജീവിതം നയിക്കാൻ. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സന്യാസിയായി പോകണമെന്നോ, അല്ലെങ്കിൽ സാത്വികനായി മാറണമെന്നോ, മറ്റൊന്നും പറയരുതെന്നോ, ഭക്ഷണം കഴിക്കരുതെന്നോ ഒന്നുമല്ല. വെജിറ്റേറിയൻ ആവണോ ഒന്നുമല്ല. ഇപ്പോൾ നോൺ വെജിറ്റേറിയൻ ഒരാൾ പെട്ടെന്ന് കറിയാൻ അങ്ങനെ ഒന്നുമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അവരുടെ വാക്കുകളിൽ, പ്രവർത്തികളിലൊക്കെ കുറച്ച് സാത്വികത ആവശ്യമുണ്ട്. ആ സാത്വികത ഇല്ലെങ്കിൽ വീണു പോകും. ശബരിമലയുടെ ഈ കഥ കഴിഞ്ഞതിന് ശേഷം ഉണ്ണി മുകുന്ദന് കിട്ടിയ പിന്നെ BJPയുടെ യോഗത്തിൽ പോകുന്നു, സംഘികളുടെ യോഗത്തിൽ പോകുന്നു, അമ്പലങ്ങളിൽ പോകുന്നു. വലിയ ഒരു ആത്മീയ പരിവേഷത്തോടു കൂടി അദ്ദേഹം പ്രവർത്തിച്ചു. അങ്ങനെ പ്രവർത്തിച്ച ആൾ അത് കീപ്പ് ചെയ്യണ്ടേ? എവിടെ വേണോ അദ്ദേഹത്തിന് പോകാം, രാഷ്ട്രീയ പാർട്ടികളിലോ അല്ലെങ്കിൽ ഇഷ്ടമുള്ളിടത്തോ അമ്പലത്തിലൊക്കെ പോകാം. പക്ഷെ അത് കീപ്പ് ചെയ്യണ്ടേ? ആ പക്വത കീപ്പ് ചെയ്യാതെ വല്ലാതെ അദ്ദേഹം ബഹളങ്ങൾ കാണിച്ചു, വീണുപോയി. ഇപ്പോൾ ആ മാനേരെ അടിച്ചു എന്നുള്ള കേസിൽ അദ്ദേഹം പെട്ടു. ഇതിനു മുമ്പ് ഒരു കേസ് പെട്ടു. എത്ര കേസിലാണ് വന്നത്? അപ്പോൾ ശബരിമല അയ്യപ്പനായാലും മാളികപ്പുറമായാലും അയ്യപ്പനായി തന്നെ അഭിനയിച്ചാലും നമ്മുടെ കയ്യിരിപ്പ് ശരിയല്ലെങ്കിൽ വിട്ടുകളയും. അയ്യപ്പൻ വിട്ടുകളയും, ആരായാലും വിട്ടുകളയും. നമ്മളത് പഠിച്ചോളുക. ഇതെല്ലാം നമുക്ക് ഓരോ പാഠമാണ്. ഇതുപോലൊരു പാഠമാണ് ദിലീപിൻ്റെ. ദിലീപ് എത്ര വലിയ നേതാവായിരുന്നു ഈ സിനിമാ രംഗത്ത്. കൊച്ചിയെ അടക്കി ഭരിച്ചിരുന്നു, സിനിമാ നിർമ്മാതാക്കളെ അടക്കി ഭരിച്ചിരുന്നു. വലിയ ആളായിരുന്നു ദിലീപ്. അവസാനം എന്തു പറ്റി? തൻ്റെ പ്രവൃത്തി ദോഷം, ശരിയോ തെറ്റോ അത് കാലം തീരുമാനിക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ തൻ്റെ കയ്യിൽ ആരോപിക്കപ്പെടുന്നൊരു പ്രശ്നം കൊണ്ട് നമുക്ക് 3 പേരെയാണ് നഷ്ടപ്പെട്ടത്. 3 അല്ലല്ലോ, ശരിക്കും പറഞ്ഞാൽ 3 പേരെ നഷ്ടപ്പെടുത്തു. ദിലീപിൻ്റെ പിന്നെ വലിയ ചിത്രങ്ങളൊന്നും വന്നില്ല, അതിജീവിതമായിട്ടുള്ള ചിത്രങ്ങൾ വന്നില്ല. പിന്നെ കാവ്യമാധവൻ്റെ ചിത്രങ്ങൾ കുറഞ്ഞു. മഞ്ജു വാര്യരുടെ പിന്നെ വന്നു. എങ്കിലും 3 നടികൾക്കും ഈ ഒരു നടനും ഈ ഒരു പ്രതിസന്ധി വന്നു. അവരുടെ ലൈം ലൈറ്റിൽ നിന്ന സമയത്താണ് അവരിങ്ങനെയൊക്കെ ചെയ്തത്. ഒരാളുടെ കുറ്റം കൊണ്ടായിരിക്കും ചിലപ്പോൾ പലർക്കും വരുന്നത്. അല്ല, എല്ലാവരും തെറ്റ് ചെയ്തു എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചിലപ്പോൾ ഒരാളുടെ മിസ്റ്റേക്ക് കൊണ്ട് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ വരാം, ഒരു ടീമായി നിൽക്കുമ്പോൾ. പക്ഷേ ഞാൻ പറഞ്ഞത്, ഉണ്ണി മുകുന്ദനായാലും ദിലീപായാലും ഞാനായാലും നിങ്ങളായാലും കുറേ നൈതികത ജീവിതത്തിൽ കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ, പ്രത്യേകിച്ച് ഒരു സ്ഥാനത്തെത്തിയാൽ, ഒരു പദവിയിലെത്തിയാൽ, ഒരു സ്റ്റാർ വാല്യൂവിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ വീണ് പോകും. അയ്യപ്പൻ്റെ ചിത്രമെടുത്ത് അയ്യപ്പൻ്റെ മാളികപ്പുറം സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉണ്ണി മുകുന്ദന് കേരള സമൂഹത്തിൽ വലിയ ഒരു ഹൈപ്പ് കിട്ടി. അത് അദ്ദേഹം നിലനിർത്തിക്കൊണ്ട് പോകണമായിരുന്നു. സ്വഭാവത്തിലും പ്രവൃത്തിയിലും വാക്കിലും എല്ലാം അത് അദ്ദേഹം ചെയ്തില്ല. പിന്നെയും കുന്നായ്മയിലും പരിപാടികളിലൊക്കെ ചെന്ന് പെട്ടു. ഇപ്പോൾ ഇതാ മാനേജറെ തല്ലി എന്നുള്ള കേസിലും പെട്ട് പേര് ചീത്തയാവും. അപ്പോൾ ചരിത്രത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലായിരിക്കും എന്നുകൂടി ഉണ്ണി മുകുന്ദന്മാർ ആലോചിക്കുക.